ഫോണിൻ്റെ വോളിയം ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ് ഈ വീഡിയോ. നമ്മളൊരു പുതിയ ഫോണൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വോളിയം ഇല്ലായ്മ ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ നമുക്ക് അതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഉത്തയം ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അന്ന് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നേരെ താഴെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ നേരെ താഴെയുള്ള സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ വോളിയം എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ റിംഗ് ടൂൺ, മീഡിയ, നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നിവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇങ്ങനെ വോളിയം വർദ്ധിപ്പിക്കുവാനും ലോ ആക്കുവാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അതുകൂടാതെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതേതാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നേരെ മുകളിലായി 3 ഡോട്ട് കണ്ടോ, ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പം മീഡിയ വോളിയം ലിമിറ്റഡ് എന്ന ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മീഡിയ വോളിയം ലിമിറ്റഡ് എന്നുള്ളത് ഞാനിപ്പോൾ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഓണാക്കാം. എന്നിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് ഓണാക്കുമ്പോൾ ഇവിടെ കസ്റ്റം വോളിയം ലിമിറ്റഡ് എന്ന് കാണും. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി മൊത്തം വേണം. വോളിയം നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വോളിയം വെക്കാം. ഞാനിപ്പോൾ ലിമിറ്റഡിലേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് വോളിയം ഉണ്ട്, കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിവിടെ വോളിയം ലിമിറ്റഡ് പിന്ന് വേണമെങ്കിൽ ഇവിടെ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വോളിയം ആ കറക്റ്റായിട്ട് ആ പിൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുത്താൽ പ്രത്യേകം ഓർക്കണം. പിന്നെ ആ പിൻ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നില്ല. ഇത് ചില ഫോണിലൊന്നും വർക്കാകുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു സെറ്റിങ്സ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൻ്റെ കൂടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഏത് ഫോണിലെയും സൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ അലോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം. അതിനുശേഷം അവിടെ മറ്റൊരു പെർമിഷനും കൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അവിടെ വോളിയത്തിൻ്റെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വോളിയം കൺട്രോൾ കാണാം. നിങ്ങൾ അത് 80 നിന്ന് 100ലേക്ക് മാറ്റി കൊടുക്കുക. അതുകൂടാതെ നേരെ താഴെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് 40ൽ കൂടുതൽ വെക്കുവാൻ പാടില്ല. അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ചെവിക്കും നിങ്ങളുടെ സ്പീക്കറിനും അത് ദോഷം ചെയ്യുമെന്ന് അത് അവിടെ എഴുതിയിട്ടുണ്ട്. 40% വരെ വെച്ചാൽ മതി. അതോടുകൂടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വോളിയം നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇടതുവശത്തെ മുകളിലായി ഒരു സെറ്റിങ്സിൻ്റെ ഇറച്ചിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ 2 സ്ഥലത്ത് ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതോടെ നിങ്ങളുടെ ഫോണിൽ സൗണ്ട് ഓക്കെ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച 2 ട്രിക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരു വീഡിയോയുമായി വരാമെന്ന നല്ല